കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തെ നാണിപ്പിക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെയും വോട്ട് കൊള്ളയുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്ന രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്റെ ഔദ്യോഗിക സെക്രട്ടറി ആക്കിയതിനു പിന്നിൽ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണ മാത്രമല്ല, മറിച്ച് കേരളത്തിൽ UDFനെ അധികാരത്തിലേറ്റാൻ നടത്തിയ ആസൂത്രിത തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ പ്രതിഫലനമാണെന്ന തെളിവുകളുമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് കോൺഗ്രസും BJPയും നടത്തിയ ലജ്ജയില്ലാത്ത ഒത്തുകളിയുടെ ഒടുവിലത്തെ സാക്ഷ്യപത്രമാണ് ഈ നിയമനം. കേരളത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ പോയ ലക്ഷക്കണക്കിന് യഥാർത്ഥ വോട്ടർമാരാണ് പട്ടികയിൽ പേര് കാണാതെ അന്ന് നിരാശരായി മടങ്ങിയത്. SIRന്റെ പേരിൽ ദശലക്ഷക്കണക്കിന് ഇടതനുകൂല വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുകയും UDFന്റെ വോട്ടുകൾ കൃത്യമായി തിരികെ കയറ്റുകയും ചെയ്ത ദുരൂഹമായ നടപടിയാണ് അന്ന് അരങ്ങേറിയത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മുൻകൂട്ടി പ്രഖ്യാപിച്ച തീയതിക്ക് ഒരാഴ്ച മുൻപ് ആരെയും അറിയിക്കാതെ അപേക്ഷ സ്വീകരിക്കുന്നത് കമ്മീഷൻ പെട്ടെന്ന് അവസാനിപ്പിച്ചു. UDFന്റെ വോട്ടുകൾ മുഴുവൻ ചേർത്തുവെന്ന് ഉറപ്പാക്കിയ ശേഷം കമ്മീഷൻ കാണിച്ച ഈ അനാവശ്യ ധൃതിക്ക് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കുന്നതിൽ മനഃപൂർവ്വം ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങൾ വോട്ടർമാർക്ക് വ്യക്തമായി കാണാൻ കഴിയാത്ത രീതിയിൽ വോട്ടിംഗ് മെഷീനിൽ പ്രിന്റ് ചെയ്യുകയും ചെയ്തു. ഇതിനൊക്കെ പുറമെയാണ് ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്ക് തപാൽ വോട്ടവകാശം നിഷേധിച്ചതും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടിട്ടും വോട്ടിംഗ് ശതമാനം കൃത്യമായി പുറത്തുവിടാൻ ഗേൽക്കറുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ തയ്യാറാകാതിരുന്നത്. സ്ട്രോങ് റൂമുകൾ പോലും സുരക്ഷിതമായിരുന്നില്ല എന്ന അതീവ ഗുരുതരമായ ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ഈ അട്ടിമറികൾക്കെല്ലാം നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനെ സതീശൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ചത്. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ചീഫ് ഇലക്ഷൻ ഓഫീസർ മനോജ് അഗർവാളിനെ ചീഫ് സെക്രട്ടറിയായും വോട്ട് വെട്ടിനിരത്തലിന് നേതൃത്വം നൽകിയ സുബ്രത ഗുപ്തയെ മുഖ്യമന്ത്രിയുടെ മുഖ്യോപദേശകനായും BJP സഖ്യം നിയമിച്ചപ്പോൾ ദേശീയതലത്തിൽ ലജ്ജയില്ലാത്ത ഒത്തുകളി എന്ന് വിളിച്ച് ആക്രോശിച്ചവരാണ് AICCയും രാഹുൽ ഗാന്ധിയും. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് പുതിയ സർക്കാരിന്റെ കീഴിൽ നിയമനം നൽകാൻ കൂൾ ഓഫ് ടൈം വേണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിൽ സ്വന്തം മുഖ്യമന്ത്രി അതേ നീക്കം നടത്തുമ്പോൾ മൗനം പാലിക്കുകയാണ്. ബംഗാളിലെ നിയമനം BJPയുടെ കള്ളച്ചന്തയിലെ മോഷണമായിരുന്നെങ്കിൽ കേരളത്തിൽ സതീശൻ നടത്തിയത് അതിലും വലിയ മഹാകൊള്ളയല്ലേ എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണം. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ തകർക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസ് അതിനേക്കാൾ ക്രൂരമായി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു. ഭരണാധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന വിനീത വിധേയന്മാരായി ഇലക്ഷൻ കമ്മീഷണർമാർ മാറുമ്പോൾ തകരുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വിശ്വാസ്യതയാണ്. ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയരുമെന്നും ഉറപ്പാണ്.